ക്വസ്റ്റ്യൻ നമ്പർ 12 ഇന്റഗ്രേഷനിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്തതായിട്ട് വന്നിരിക്കുന്നത്. അവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് തന്നിരിക്കുന്ന ഇന്റഗ്രൽ നമുക്ക് എടുക്കാം. ഇന്റഗ്രൽ -π/6 to π/6 π plus 4 into x⁻11 divided by 1 minus sin of mod x plus π/6 into dx. അപ്പൊ ഇതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇന്റഗ്രൽ. ഇവിടെ തന്നിരിക്കുന്ന ഇന്റഗ്രലിന്റെ ലിമിറ്റ് -π/6 to π/6 എന്ന. നമുക്കറിയാം ഇന്റഗ്രലിന്റെ പ്രോപ്പർട്ടി അനുസരിച്ച് ഇന്റഗ്രൽ -a to a എന്ന് വരുമ്പോൾ അവിടെ വന്നിരിക്കുന്ന ഇന്റഗ്രന്റ് എന്തിനെയാണോ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് ആ ഫംഗ്ഷൻ ഒരു ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ ദ ഇന്റഗ്രൽ വാല്യൂ ഈസ് 0. ശരിയാണല്ലോ. അപ്പൊ ഇവിടെയും നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ശരിയല്ലേ? ഇവിടെയും ഇന്റഗ്രൽ -π/6 to π/6 എന്നാണ് ലിമിറ്റ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഒരു ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ ഇന്റഗ്രൽ വാല്യൂ 0 എന്ന് പറയാം. പക്ഷേ എങ്ങനെയാ നമ്മൾ ഒരു ഫംഗ്ഷൻ ഓഡാണോ ഈവൻ ആണോ എന്ന് തിരിച്ചറിയുന്നത്? ആ ഫംഗ്ഷനകത്ത് എക്സ് മാറ്റി -x കൊടുത്താൽ മാറ്റമൊന്നും വരുന്നില്ലെങ്കിൽ അതൊരു ഈവൻ ഫംഗ്ഷനും, അതല്ല മൈനസ് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ എന്നാണ് വരുന്നതെങ്കിൽ അതൊരു ഓഡ് ഫംഗ്ഷനുമാ. പക്ഷെ ഇവിടെ തന്നിരിക്കുന്ന ഇന്റഗ്രന്റിലേക്ക് നിങ്ങൾ എക്സ് മാറ്റി -x കൊടുത്താൽ അത് മൈനസ് ഓഫ് f(x) എന്ന രൂപത്തിൽ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷേ ഈ ഇന്റഗ്രന്റിനെ ഒന്ന് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ അതിൽ ഒരു ഭാഗം ഒരു ഓഡ് ഫംഗ്ഷൻ ആയിട്ട് മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യുന്നു, ഈ ഇന്റഗ്രലിനെ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇന്റഗ്രൽ -π/6 to π/6 π divided by 1 minus sin of mod x plus π/6 into dx plus integral -π/6 to π/6 4 into x⁻11 divided by 1 minus sin of mod x plus π/6 into dx. അപ്പൊ ഇന്റഗ്രലിനെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഇതില് ആ രണ്ടാമതായിട്ട് വന്നിരിക്കുന്ന ഇന്റഗ്രന്റ് നോക്കാം അല്ലെ. അതിനകത്ത് ന്യൂമറേറ്ററിൽ എക്സ് മാറ്റി -x എന്ന് കൊടുത്താൽ -4x⁻11 എന്നായിരിക്കുമല്ലോ കിട്ടുക. 11 എന്ന് പറയുന്ന നമ്പർ ഒരു ഓഡ് നമ്പർ ആണ്. ഓഡ് പവർ വന്നാൽ മൈനസ് അങ്ങനെ തന്നെ അവിടെ വരും. ശരിയല്ലേ? പക്ഷെ ഡിനോമിനേറ്ററിൽ mod x എന്നായതുകൊണ്ട് തന്നെ എക്സ് മാറ്റി -x കൊടുത്താലും ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ f(-x) എന്നുള്ളത് -f(x) എന്നാകും എവിടെ? ആ രണ്ടാമത്തെ ഇന്റഗ്രലിൽ. ഉറപ്പാണല്ലോ. അങ്ങനെയാണെങ്കിൽ ആ രണ്ടാമത്തെ ഇന്റഗ്രലിന്റെ വാല്യൂ 0 ആണെന്ന് ഇന്റഗ്രലിന്റെ പ്രോപ്പർട്ടി അനുസരിച്ച് നമുക്ക് പറയാൻ പറ്റുമല്ലോ. ഇനി ആദ്യത്തെ ഇന്റഗ്രലിലേക്ക് വന്നാൽ ആദ്യത്തെ ഇന്റഗ്രലിലെ ഫംഗ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ എക്സ് മാറ്റി -x കൊടുത്താലും ഒരു മാറ്റവും അവിടെ വരുന്നില്ല എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ അല്ലെ. കാരണം അവിടെ ആകെ എക്സ് വരുന്നത് ഡിനോമിനേറ്ററിലാണ്. പക്ഷെ അത് mod x ആയിട്ടാണ് വന്നിരിക്കുന്നത്. എക്സ് മാറ്റി -x കൊടുത്താലും ഒരു മാറ്റവുമില്ല, വീണ്ടും mod x തന്നെ. അങ്ങനെ എക്സ് മാറ്റി -x കൊടുത്താൽ ഒരു മാറ്റവും വരുന്നില്ലെങ്കിൽ അതൊരു ഈവൻ ഫംഗ്ഷൻ അല്ലേ. അപ്പോൾ ആദ്യത്തെ ഇന്റഗ്രലിനുള്ളിൽ ഒരു ഈവൻ ഫംഗ്ഷനും ഇന്റഗ്രലിനുള്ളിൽ ഒരു ഈവൻ ഫംഗ്ഷനും രണ്ടാമത്തെ ഇന്റഗ്രലിനുള്ളിൽ വന്നിരിക്കുന്നത് ഒരു ഓഡ് ഫംഗ്ഷനുമാണ്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഇന്റഗ്രലിന്റെ വാല്യൂ 0 എന്ന് എഴുതാം. അതുപോലെ ആദ്യത്തെ ഇന്റഗ്രലിനെ എനിക്ക് 2 times ഇന്റഗ്രൽ 0 to π/6 π divided by 1 minus sin of mod x plus π/6 എന്ന് എഴുതാമല്ലോ into dx. ശരിയല്ലേ? ഇന്റഗ്രലിന്റെ പ്രോപ്പർട്ടിയാണ്. പ്ലസ് രണ്ടാമത്തെ ഇന്റഗ്രലിന്റെ വാല്യൂ 0 ഇസ് ഈക്വൽ ടു ആ പൈ നമുക്ക് പുറത്തേക്ക് എടുക്കാം. 2π into ഇന്റഗ്രൽ 0 to π/6 1 divided by 1 minus sin of. നോക്കിയേ, ഇവിടെ ഇന്റഗ്രലിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 0 to π/6 അല്ലെ. അതായത് എക്സിന്റെ വാല്യൂ 0ക്കും π/6നും ഇടയിൽ. അതുകൊണ്ട് എക്സ് ഉറപ്പായിട്ടും ഒരു പോസിറ്റീവ് നമ്പർ ആണല്ലോ. എക്സ് ഒരു പോസിറ്റീവ് നമ്പർ ആയതുകൊണ്ട് തന്നെ mod xനെ വെറും എക്സ് എന്ന് എഴുതിയാൽ പോരെ ഇൻറ്റു dx. അപ്പൊ ഇതിനെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യണം. 2π into എങ്ങനെയാ നമുക്ക് 1/1 minus sin x plus π/6നെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുക? 1/1 minus sin x നെ ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള മെത്തേഡ് NCERT എക്സസൈസിലുള്ളതാണ് അല്ലെ. നമ്മളൊരു കാര്യം ചെയ്യുന്നു, ന്യൂമറേറ്ററിനെ ഞാൻ ഒരു 1 plus sin x plus π/6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഡിനോമിനേറ്ററിനെയും അതേപോലെ, ഇപ്പൊ നിലവിൽ ഡിനോമിനേറ്റർ 1 minus x plus π/6 ആണ്. അതിനെയും ഞാൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു? 1 plus sin x plus π/6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു ഇൻറ്റു dx.
which is equal to 2 pi into integral 0 to pi by 6. Numerator 1 plus sin pi plus x plus pi by 6 അല്ലേ, x plus pi by 6 divided by denominator a minus b into a plus b ഫോം ആണ്. a square minus b square 1 minus sin square x plus pi by 6 എന്നതിൽ എഴുതാൻ പറ്റുക into dx. ശരിയല്ലേ? ബാക്കി അടുത്ത പേജിൽ എഴുതാം. is equal to 2 pi into integral 0 to pi by 6 1 plus sin x plus pi by 6 divided by ഡിനോമിനേറ്റർ എന്താ 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ഫോം ആണ്. കോസ് സ്ക്വയർ തീറ്റ അഥവാ കോസ് സ്ക്വയർ പൈ പ്ലസ് പൈ ബൈ 6 എന്ന് എഴുതാമല്ലോ ഇൻറ്റു ഡി എക്സ്. ആ ഡിനോമിനേറ്ററിനെ ഞാൻ ന്യൂമറേറ്ററിലുള്ള ഓരോ ടേമിനായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നു എന്ന് വിചാരിക്കാം. അപ്പൊ ഇതെന്തായിട്ട് മാറും? 1 ബൈ കോസ് സ്ക്വയർ എക്സ് പ്ലസ് പൈ ബൈ 6 പ്ലസ് സൈൻ എക്സ് പ്ലസ് പൈ ബൈ 6 ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ x plus pi by 6 into dx is equal to 2 pi into integral 0 to pi by 6. ആദ്യത്തേത് എനിക്ക് 1 by cos square തീറ്റ, അതിനെ sec square തീറ്റ അഥവാ sec square x plus pi by 6 എന്ന് എഴുതാം. അടുത്തത് സൈൻ തീറ്റ ബൈ കോസ് സ്ക്വയർ തീറ്റ, അതിനെ എനിക്ക് 1 by cos തീറ്റ ഇൻറ്റു സൈൻ തീറ്റ ബൈ കോസ് തീറ്റ അഥവാ sec theta tan theta sec x plus pi by 6 into tan x plus pi by 6 എന്നാണ് എഴുതാനായിട്ട് പറ്റുന്നത്. ശരിയാണല്ലോ? ഇൻറ്റു ഡി എക്സ്. ഇനി ഇന്റഗ്രേറ്റ് ചെയ്യാം. sec സ്ക്വയർ തീറ്റ ഇന്റഗ്രൽ എന്താ? tan തീറ്റ. അപ്പൊ sec സ്ക്വയർ x plus pi by 6 ആണെങ്കിൽ tan x plus pi by 6 അല്ലേ ഇന്റഗ്രൽ ആയിട്ട് വരിക. അടുത്തത് sec തീറ്റ tan തീറ്റ ഫോം ആണ് ഇന്റഗ്രൽ sec തീറ്റ. അപ്പൊ ഇവിടെ sec ഓഫ് x plus pi by 6 വരും. ലിമിറ്റും കൂടെ കൊടുക്കാം. ഓവർ ദ ലിമിറ്റ് 0 to pi by 6. ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. 2 pi ഇൻറ്റു ആദ്യം നമുക്ക് അപ്പർ ലിമിറ്റ് കൊടുക്കാം. അപ്പർ ലിമിറ്റ് ആയ പൈ ബൈ 6 കൊടുത്താൽ ടാൻ പൈ ബൈ 6 പ്ലസ് പൈ ബൈ 6 ടാൻ പൈ ബൈ 3 വരില്ലേ. അതുപോലെ സീക് പൈ ബൈ 6 പ്ലസ് പൈ ബൈ 6 സീക് 2 പൈ ബൈ 6 അഥവാ സീക് പൈ ബൈ 3 ആകും. മൈനസ് ഇനി ലോവർ ലിമിറ്റ് ആയി 0 കൊടുക്കാം. ടാൻ 0 പ്ലസ് പൈ ബൈ 6 ടാൻ പൈ ബൈ 6 ആണ് പ്ലസ് അതുപോലെ sec 0 plus pi by 6 which is equal to 2 pi into എന്താ tan pi by 3 tan 60 degree root 3 ആണ് അല്ലെ. sec pi by 3 കിട്ടാൻ cos pi by 3 റെസിപ്രോക്കൽ എടുക്കുക. cos pi by 3 1/2 ആണ്. റെസിപ്രോക്കൽ എത്രയാ? 2 കിട്ടും. ശരിയല്ലേ? മൈനസ് അടുത്ത tan pi by 6 tan 30 degree 1/√3 കിട്ടും. sec pi by 6 cos pi by 6 ന്റെ റെസിപ്രോക്കൽ cos pi by 6 √3/2 ആണ്. റെസിപ്രോക്കലോ 2/√3 ആണ്. is equal to 2 pi into √3 plus 2 മൈനസ് ഇവിടെ നോക്കിയേ സെയിം ഡിനോമിനേറ്റർ ആണ്. അപ്പൊ ഡിനോമിനേറ്റർ എഴുതിയിട്ട് ന്യൂമറേറ്ററുകൾ ആഡ് ചെയ്യുക. 3/√3 കിട്ടത്തില്ലേ. അതായത് 2 pi into √3 plus 2 മൈനസ് 3 ഡിവൈഡഡ് ബൈ √3 എനിക്ക് √3 എന്നല്ലേ എഴുതാൻ പറ്റുക. സോ √3 മൈനസ് √3 ക്യാൻസൽ ചെയ്യും. 2 pi into 2 അഥവാ 4 pi ആൻസർ ആയിട്ട് വരും. 4 pi ഓപ്ഷൻ 2 ആണ്. സോ ഓപ്ഷൻ 2 is the correct answer.